2024-8-25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 30-11-2006 മധുബൻ. ജ്വാലാമുഖി തപസ്യയിലൂടെ ഞാനെന്ന ഭാവത്തിൻ്റെ വാൽ കത്തിച്ച് ബാബ്ദാദയ്ക്ക് സമ്മാനമാകൂ. അപ്പോൾ സമാപ്തി സമീപം വരും. ഇന്ന് അക്ഷയവും അവിനാശിയുമായ ഖജനാവുകളുടെ അധികാരിയായ ബാബ്ദാദ തൻ്റെ 4 ഭാഗത്തുമുള്ള സമ്പന്നരായ കുട്ടികളുടെ ശേഖരണത്തിൻ്റെ കണക്ക് നോക്കുകയാണ്. 3 പ്രകാരത്തിലുള്ള കണക്ക് നോക്കുകയാണ്. ഒന്നാണ് തൻ്റെ പുരുഷാർത്ഥത്തിലൂടെ ശ്രേഷ്ഠ പ്രാപ്തി ശേഖരിക്കുന്നതിൻ്റെ കണക്ക്. രണ്ടാമത്തേതാണ് സദാ സന്തുഷ്ടമായി ഇരിക്കുക, സന്തുഷ്ടം ആക്കുക. ഈ സന്തുഷ്ടതയിലൂടെ ആശീർവാദങ്ങളുടെ കണക്ക്. മൂന്നാമത്തേതാണ് മനസ്സ വാച കർമ്മണ സംബന്ധ സമ്പർക്കത്തിലൂടെ പരിധിയില്ലാത്ത നിസ്വാർത്ഥ സേവനത്തിലൂടെ പുണ്യത്തിൻ്റെ കണക്ക്. നിങ്ങളെല്ലാവരും തൻ്റെ ഈ 3 കണക്കുകളെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ 3 കണക്കുകളുടെ ശേഖരണം എത്രയുണ്ട്, ഉണ്ടോ അതോ ഇല്ലയോ എന്നതിൻ്റെ അടയാളമാണ് സദാ സർവരെ പ്രതിയും സ്വയം പ്രതിയും സന്തുഷ്ടത സ്വരൂപം, സർവരെ പ്രതിയും ശുഭഭാവനയും ശുഭകാമനയും, സദാ സ്വയം പ്രസന്നമായും ഭാഗ്യശാലി സ്ഥിതിയിൽ അനുഭവിക്കുക. അപ്പോൾ ചെക്ക് ചെയ്യൂ, 2 കണക്കുകളുടെയും ലക്ഷണങ്ങൾ സ്വയം തന്നിൽ അനുഭവപ്പെടുന്നുണ്ടോ? ഈ എല്ലാ ഖജനാവുകളെയും ശേഖരിക്കുന്നതിനുള്ള താക്കോലാണ് നിമിത്തഭാവം, വിനയഭാവം, നിസ്വാർത്ഥഭാവം. ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കൂ. താക്കോലിൻ്റെ നമ്പർ അറിയാമോ? താക്കോലിൻ്റെ നമ്പറാണ് 3 ബിന്ദു, 3 ഡോട്ട്. 1 ആത്മാവാകുന്ന ബിന്ദു, രണ്ടാമത്തേത് ബാബയാകുന്ന ബിന്ദു, മൂന്നാമത്തേത് ഡ്രാമയുടെ ഫുൾ സ്റ്റോപ്പ് ആകുന്ന ബിന്ദു. നിങ്ങളേവരുടെയും പക്കൽ താക്കോൽ ഉണ്ടല്ലോ. ഖജനാവുകൾ തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഈ എല്ലാ ഖജനാവുകളെയും വർദ്ധിപ്പിക്കാനുള്ള വിധിയാണ് ദൃഢത. ദൃഢത ഉണ്ടായിരിക്കുമെങ്കിൽ ഏതൊരു കാര്യത്തിലും നടക്കുമോ അതോ നടക്കില്ലയോ എന്ന സങ്കല്പം നടക്കുകയില്ല. ദൃഢതയുടെ സ്ഥിതിയാണ് നടന്നു കഴിഞ്ഞു, ഉണ്ടായി കഴിഞ്ഞു. ഉണ്ടാകുമോ, ശേഖരണം ഉണ്ടാകുമോ, ഉണ്ടാകില്ലേ എന്നത് പാടില്ല. ചെയ്യുന്നുണ്ട്, ഉണ്ടാകേണ്ടതാണ്, ആണ് എന്നതും പാടില്ല. ദൃഢതയുള്ളവർ നിശ്ചയബുദ്ധിയും നിശ്ചിന്തവും നിശ്ചിതവുമായി അനുഭവിക്കും. ബാബ്ദാദ മുൻപും കേൾപ്പിച്ചിട്ടുണ്ട്. അഥവാ ഏറ്റവും അധികം സർവ ഖജനാവുകളുടെയും കണക്ക് ശേഖരിക്കണമെങ്കിൽ മന്മനാഭവയുടെ മന്ത്രത്തെ യന്ത്രമാക്കൂ. അതിലൂടെ സദാ ബാബയുടെ കൂട്ടും സമീപം ഇരിക്കുന്നതിൻ്റെ അനുഭവവും സ്വതവേ ഉണ്ടാകും. പാസ്സാവുക തന്നെ വേണം. 3 രൂപത്തിലുള്ള പാസ് ഉണ്ട്. ഒന്നാണ് പാസ്, അതായത് സമീപം ഇരിക്കുക. രണ്ടാമത്തേതാണ് കഴിഞ്ഞു പോയത് കടന്നുപോയി, പാസ്സായി. മൂന്നാമത്തേതാണ് പാസ് വിത്ത് ഓണർ ആവുക. അഥവാ 3 പാസും ഉണ്ടെങ്കിൽ നിങ്ങൾക്കേവർക്കും രാജ്യാധികാരി ആകുന്നതിൻ്റെ ഫുൾ പാസ് ഉണ്ട്. അപ്പോൾ ഫുൾ പാസ് നേടിക്കഴിഞ്ഞുവോ അതോ നേടണമോ? ആര് ഫുൾ പാസ് നേടിക്കഴിഞ്ഞുവോ അവർ കൈ ഉയർത്തു. നേടണം എന്നല്ല, നേടിക്കഴിഞ്ഞുവോ? ആദ്യത്തെ ലൈനിലുള്ളവർ ഉയർത്തുന്നില്ല. താങ്കൾക്ക് നേടണമോ? ഇപ്പോൾ സമ്പൂർണമായിട്ടില്ല എന്ന് ചിന്തിക്കുന്നു. അതിനാലാണോ? എന്നാൽ നിശ്ചയബുദ്ധി വിജയി തന്നെയാണ്. അതോ ആകണമോ? ഇപ്പോൾ സമയത്തിൻ്റെ വിളി, ഭക്തരുടെ വിളി, തൻ്റെ മനസ്സിൻ്റെ ശബ്ദവും ഏതൊന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ സമ്പന്നവും സമ്മാനവും ആവുക തന്നെ വേണം. അതോ ആകാം, ചിന്തിക്കാം, ചെയ്യാം എന്ന് ചിന്തിക്കുകയാണോ? ഇപ്പോൾ സമയമനുസരിച്ച് ഓരോ സമയത്തും എവർ റെഡിയുടെ
പാഠം ഉറച്ചതായിരിക്കുക തന്നെ വേണം. എൻ്റെ ബാബ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ബാബ, മധുരമായ ബാബ എന്ന് അംഗീകരിക്കുക തന്നെ ചെയ്യുന്നു. അപ്പോൾ ആരാണോ പ്രിയപ്പെട്ടവർ, അതിന് സമാനമാകുന്നത് പ്രയാസമായിരിക്കുകയില്ല. ബാബ്ദാദ കണ്ടു, സമയം പ്രതി സമയം സമാനമാകുന്നതിൽ ഏതൊരു വിഘ്നമാണോ ഉണ്ടാകുന്നത്, അത് എല്ലാവർക്കും സുപരിചിതമായ വാക്കാണ്. എല്ലാവരും അറിയുന്നുണ്ട്, അനുഭവിയാണ്. അതാണ് ഞാൻ എന്ന ഭാവം. അതിനാൽ ബാബ്ദാദ മുൻപും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴെല്ലാം ഞാൻ എന്ന വാക്ക് പറയുന്നുവോ അപ്പോൾ കേവലം ഞാൻ എന്ന് പറയരുത്, ഞാൻ ആത്മാവ്. ജോഡി വാക്കുകൾ പറയൂ. അപ്പോൾ ഞാൻ എന്നത് ചിലപ്പോൾ അഭിമാനം കൊണ്ടുവരുന്നു. ബോഡി കോൺഷ്യസ് അഥവാ ദേഹബോധത്തിൻ്റെ ഞാൻ ആണ്, ആത്മാവിൻ്റേതല്ല. ചിലപ്പോൾ അഭിമാനവും കൊണ്ടുവരുന്നു, ചിലപ്പോൾ അപമാനവും കൊണ്ടുവരുന്നു, ചിലപ്പോൾ നിരാശവുമാക്കുന്നു. അതിനാൽ ഈ ബോഡി കോൺഷ്യസിൻ്റെ ഞാൻ എന്ന ഭാവത്തെ സ്വപ്നത്തിൽ പോലും വരാൻ അനുവദിക്കരുത്. ബാബ്ദാദ കണ്ടു, സ്നേഹത്തിൻ്റെ സബ്ജക്റ്റിൽ മെജോറിറ്റി പാസ്സാണ്. നിങ്ങൾ ഏവരെയും ആരാണ് ഇവിടെ കൊണ്ടുവന്നത്? എല്ലാവരും പ്ലെയിനിലാണ് വന്നതെങ്കിലും, ട്രെയിനിലാണെങ്കിലും, ബസ്സിലാണ് വന്നതെങ്കിലും വാസ്തവത്തിൽ ബാബ്ദാദയുടെ സ്നേഹത്തിൻ്റെ വിമാനത്തിലാണ് ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ സ്നേഹത്തിൻ്റെ സബ്ജക്റ്റിൽ പാസ്സായതുപോലെ ഇപ്പോൾ ഈ അതിശയം ചെയ്യൂ, സമാനം ആകുന്നതിൻ്റെ സബ്ജക്റ്റിലും പാസ് വിത്ത് ഓണർ ആയി കാണിക്കൂ. ഇഷ്ടമായോ? സമാനമാകുന്നത് ഇഷ്ടമാണോ? ഇഷ്ടമാണ്, പക്ഷേ ആകുന്നതിൽ അല്പം പ്രയാസമുണ്ട്. സമാനമായി മാറുകയാണെങ്കിൽ സമാപ്തി മുന്നിൽ വരും. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഹൃദയത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു, ആവുക തന്നെ വേണം. അപ്പോൾ പ്രതിജ്ഞ ദുർബലമായി പോകുന്നു, പരീക്ഷ ശക്തമാവുകയും ചെയ്യുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്നു, പക്ഷേ ആഗ്രഹം ഒന്നാകുന്നു, പ്രാക്ടിക്കൽ മറ്റൊന്നായി പോകുന്നു. കാരണം പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്, പക്ഷേ ദൃഢതയുടെ കുറവുണ്ടാകുന്നു. സമാനത ദൂരെയായി പോകുന്നു, സമസ്യ പ്രബലമാകുന്നു. അതിനാൽ ഇപ്പോൾ എന്തു ചെയ്യും? ബാബ്ദാദയ്ക്ക് ഒരു കാര്യത്തിൽ വളരെയധികം ചിരി വന്നുകൊണ്ടിരിക്കുന്നു. ഏതൊരു കാര്യത്തിൽ? മഹാവീരന്മാരാണ്. എന്നാൽ ഏതുപോലെ ശാസ്ത്രങ്ങളിൽ ഹനുമാനെ മഹാവീരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വാലും കാണിച്ചിട്ടുണ്ട്. ഈ വാൽ കാണിച്ചിരിക്കുന്നത് ഞാനെന്ന ഭാവത്തിൻ്റേതാണ്. മഹാവീരൻ ഈ വാലിനെ കത്തിക്കാത്തത് വരെയും ലങ്ക, അതായത് പഴയ ലോകവും സമാപ്തമാവുകയില്ല. അപ്പോൾ ഈ ഞാൻ എന്ന വാലിനെ കത്തിക്കൂ. അപ്പോൾ സമാപ്തി സമീപം വരും. കത്തിക്കുന്നതിന് വേണ്ടി ജ്വാലാമുഖി തപസ്യ, സാധാരണ ഓർമ്മയല്ല, ജ്വാലാമുഖി ഓർമ്മയുടെ ആവശ്യകതയുണ്ട്. അതിനാൽ ജ്വാലാദേവിയുടെയും സ്മാരകമുണ്ട്, ശക്തിശാലി ഓർമ്മ. അപ്പോൾ കേട്ടുവോ എന്താണ് ചെയ്യേണ്ടതെന്ന്? ഇപ്പോൾ മനസ്സിൽ ഈ ധ്വനി മുഴങ്ങണം, സമാനമാവുക തന്നെ വേണം, സമാപ്തിയെ സമീപം കൊണ്ടുവരിക തന്നെ വേണം. താങ്കൾ പറയും, സംഗമയുഗമാണെങ്കിൽ വളരെ നല്ലതാണല്ലോ, അപ്പോൾ സമാപ്തി എന്തിനു ഉണ്ടാകണം? എന്നാൽ താങ്കൾ ബാബയ്ക്ക് സമാനം ദയാലുവും കൃപാലുവും ദയാഹൃദയരുമായ ആത്മാക്കളാണ്. അപ്പോൾ ഇന്നത്തെ ദുഃഖിതരായ ആത്മാക്കളുടെയും ഭക്ത ആത്മാക്കളുടെയും മേൽ, ഹേ ദയാഹൃദയരായ ആത്മാക്കളെ, ദയ കാണിക്കൂ, മേഴ്സിഫുൾ ആകൂ. ദുഃഖം വർദ്ധിച്ചു വരികയാണ്. ദുഃഖിതരുടെ മേൽ ദയ കാണിച്ച് അവരെ മുക്തിധാമത്തിലേക്ക് അയക്കൂ. കേവലം വാണിയുടെ സേവനം പോരാ. എന്നാൽ ഇപ്പോൾ ആവശ്യകത ഇതാണ്, മനസ്സായുടെയും വാണിയുടെയും സേവനം ഒരുമിച്ചുണ്ടാകണം. ഒരേ സമയത്ത് രണ്ട് സേവനവും ഒരുമിച്ചുണ്ടാകണം. കേവലം സേവനത്തിൻ്റെ ചാൻസ് ലഭിച്ചെങ്കിൽ എന്ന് ചിന്തിക്കരുത്. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും
തൻ്റെ മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും ബാബയുടെ പരിചയം നൽകിക്കൊണ്ട് നടക്കൂ. താങ്കളുടെ മുഖം ബാബയുടെ പരിചയം നൽകട്ടെ. താങ്കളുടെ പെരുമാറ്റം ബാബയെ പ്രത്യക്ഷമാക്കിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ സദാ ഇങ്ങനെയുള്ള സേവാധാരിയായി ഭവിക്കട്ടെ. ശരി. ബാബ്ദാദയുടെ മുന്നിൽ സ്ഥൂലത്തിൽ താങ്കളേവരും ഇരിക്കുകയാണ്. എന്നാൽ സൂക്ഷ്മ സ്വരൂപത്തിൽ 4 ഭാഗത്തുമുള്ള കുട്ടികൾ ഹൃദയത്തിൽ ഉണ്ട്. കണ്ടുകൊണ്ടും ഇരിക്കുകയാണ്, കേട്ടുകൊണ്ടും ഇരിക്കുകയാണ്. ദേശവിദേശങ്ങളിലെ അനേകം കുട്ടികൾ ഇമെയിലിലൂടെ, കത്തുകളിലൂടെ, സന്ദേശങ്ങളിലൂടെ സ്നേഹസ്മരണകൾ അയച്ചു. എല്ലാവരുടെയും നാമസഹിതം ബാബ്ദാദയ്ക്ക് ഓർമ്മ ലഭിച്ചു. ബാബ്ദാദ ഹൃദയത്തിൽ എല്ലാ കുട്ടികളെയും മുന്നിൽ കണ്ടുകൊണ്ട് ഗീതം പാടുകയാണ്. ആഹാ കുട്ടികളെ, ആഹാ. ഓരോരുത്തരെയും ഈ സമയത്ത് എമർജി രൂപത്തിൽ ഓർമ്മയുണ്ട്. എല്ലാവരും സന്ദേശിയോട് പ്രത്യേകം പ്രത്യേകം പറയുന്നു, ഇന്നയാൾ ഓർമ്മ അയച്ചിരിക്കുകയാണ്, ഇന്നയാൾ ഓർമ്മ അയച്ചിരിക്കുന്നു എന്ന്. ബാബ പറയുന്നു, ബാബയുടെ അടുത്താണെങ്കിൽ എപ്പോഴാണോ സങ്കല്പിക്കുന്നത്, സാധനങ്ങളിലൂടെ പിന്നീടാണ് ലഭിക്കുന്നത്. എന്നാൽ സ്നേഹത്തിൻ്റെ സങ്കല്പം സാധനത്തേക്കാൾ മുൻപേ എത്തിച്ചേരുന്നു. ശരിയാണല്ലോ. പലർക്കും ഓർമ്മ ലഭിച്ചിട്ടുണ്ടല്ലോ. ശരി ശരി. ആദ്യമായി വന്നിരിക്കുന്നവർ ആദ്യം കൈ ഉയർത്തു. ഇവർ സേവനത്തിലും ആദ്യമായി വന്നിരിക്കുകയാണ്. ശരി. ബാബ്ദാദ പറയുന്നു, വന്നത് നന്നായി. താങ്കൾ വരാനുള്ള കാലമാണ്. ശരി. ഇൻഡോർ സോണിനോട് എല്ലാവരുടെയും കൈകളിൽ എൻ്റെ ബാബ എന്ന് ഹൃദയത്തിൻ്റെ ഷേപ്പിൽ എഴുതിയ സിമ്പൽ ഉണ്ട്. കൈ വളരെ നന്നായി വീശിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഹൃദയത്തെയും വീശണം. കേവലം സദാ ഓർമ്മ വയ്ക്കണം, എൻ്റേതിനെ ഒരിക്കലും മറക്കരുത്. നല്ല ചാൻസ് എടുത്തിരിക്കുകയാണ്. ബാബ്ദാദ സദാ പറയുന്നു, ധൈര്യം വയ്ക്കുന്നവർക്ക് ബാബ്ദാദ കോടി മടങ്ങ് സഹായം നൽകുന്നു. അപ്പോൾ ധൈര്യം വെച്ചുവല്ലോ, നന്നായി ചെയ്തു. ഇൻഡോർ സോണാണ്, നല്ലതാണ്. ഇൻഡോർ സോൺ സാകാര ബാബയുടെ ലാസ്റ്റ് സ്മൃതിയുടെ സ്ഥാനമാണ്. നല്ലതാണ്. എല്ലാവരും വളരെയധികം സന്തോഷിക്കുകയാണല്ലോ. ഗോൾഡൻ ലോട്ടറി ലഭിച്ചിരിക്കുകയാണ്. സോണിൻ്റെ സേവനം ലഭിക്കുമ്പോൾ എല്ലാ സേവാധാരികൾക്കും അവധി ലഭിക്കുന്നു. പൊതുവെ ഇത്രയും പേരെയാണ് കൊണ്ടുവരേണ്ടത് എന്ന സംഖ്യ ലഭിക്കുന്നുവെങ്കിലും ഇപ്പോൾ നോക്കൂ, ഇത്രയും പേരുണ്ട്. ഇതും ഓരോ സോണിനുമുള്ള നല്ല ചാൻസാണ്. എത്ര പേരെ കൊണ്ടുവരണമോ കൊണ്ടുവരൂ. അപ്പോൾ നിങ്ങൾക്കേവർക്കും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്ര വലിയ പുണ്യത്തിൻ്റെ കണക്ക് സ്വരൂപിക്കപ്പെട്ടു. യജ്ഞസേവനം ഹൃദയപൂർവ്വം ചെയ്യുക എന്നാൽ തൻ്റെ പുണ്യത്തിൻ്റെ കണക്ക് തീവ്രഗതിയോടെ വർദ്ധിപ്പിക്കുക എന്നാണ്. കാരണം സങ്കല്പം, സമയം, ശരീരം 3 സഫലമാക്കി. സങ്കല്പം നടന്നാലും അത് യജ്ഞസേവനത്തിൻ്റേതാണ്. സമയവും യജ്ഞസേവനത്തിൽ ചിലവഴിച്ചു, ശരീരവും യജ്ഞസേവനത്തിൽ അർപ്പിച്ചു. അപ്പോൾ സേവനമാണോ ഫലമാണോ? പ്രത്യക്ഷ ഫലം. യജ്ഞ സേവനം ചെയ്യുമ്പോൾ ആരുടെയെങ്കിലും അടുക്കൽ ഏതെങ്കിലും വ്യർത്ഥ സങ്കല്പം വന്നുവോ? ആരുടെയെങ്കിലും അടുക്കൽ വന്നുവോ? സന്തോഷമായിരുന്നു, സന്തോഷം പങ്കുവച്ചു. അപ്പോൾ ഈ ഏതൊരു ഗോൾഡൻ അനുഭവമാണോ നേടിയത്, ഈ അനുഭവത്തെ അവിടെയും എമർജ് ചെയ്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴെങ്കിലും ഏതെങ്കിലും മായയുടെ സങ്കല്പം പോലും വന്നാൽ മനസ്സിൻ്റെ വിമാനത്തിലൂടെ ശാന്തിവനത്തിൽ എത്തിച്ചേരണം. മനസ്സിൻ്റെ വിമാനമുണ്ടല്ലോ, എല്ലാവരുടെയും അടുക്കൽ മനസ്സിൻ്റെ വിമാനമുണ്ട്. ബാബ്ദാദ ഓരോ ബ്രാഹ്മണനും ജന്മത്തിൻ്റെ സമ്മാനമായി ശ്രേഷ്ഠ മനസ്സിൻ്റെ വിമാനം നൽകിയിട്ടുണ്ട്. ഈ വിമാനത്തിൽ കൂടുതൽ പ്രയത്നിക്കേണ്ടി വരുന്നില്ല. സ്റ്റാർട്ടാക്കണം. എൻ്റെ ബാബ ഇത്രമാത്രം. വിമാനം ചലിപ്പിക്കാൻ അറിയാമല്ലോ. എപ്പോൾ എന്തുണ്ടായാലും മധുബനിൽ എത്തിച്ചേരൂ. ഭക്തിമാർഗത്തിൽ
4 ധാമങ്ങളിൽ പോകുന്നവർ തങ്ങളെ വളരെയധികം ഭാഗ്യശാലിയായി മനസ്സിലാക്കുന്നു. മധുബനിലും 4 ധാമങ്ങളുണ്ട്. അപ്പോൾ 4 ധാമങ്ങളിലും പോയോ? പാണ്ഡവ ഭവനിൽ നോക്കൂ, 4 ധാമമുണ്ട്. ആര് വന്നാലും പാണ്ഡവ ഭവനിൽ പോകാറുണ്ടല്ലോ. ഒന്ന് ശാന്തി സ്തംഭം, മഹാധാമം. രണ്ടാമത്തേത് ബാബ്ദാദയുടെ മുറി, ഇത് സ്നേഹത്തിൻ്റെ ധാമമാണ്. മൂന്നാമത്തേത് കുടിൽ, ഇത് സ്നേഹമിലനത്തിൻ്റെ ധാമമാണ്. നാലാമത്തേത് ഹിസ്റ്ററി ഹാൾ. ഇപ്പോൾ എല്ലാവരും 4 ധാമത്തിലും പോയോ? അപ്പോൾ മഹാഭാഗ്യശാലികൾ ആയിക്കഴിഞ്ഞു. ഇപ്പോൾ ഏതെങ്കിലും ധാമത്തെ ഓർമ്മിക്കണം. എപ്പോഴെങ്കിലും വിഷമം ഉണ്ടാവുകയാണെങ്കിൽ കുടിലിൽ ആത്മീയ സംഭാഷണം നടത്തുവാൻ പോകണം. ശക്തിശാലി ആകേണ്ട ആവശ്യമുണ്ടെങ്കിൽ ശാന്തി സ്തംഭത്തിൽ എത്തിച്ചേരണം. വേസ്റ്റ് തോട്ട്സ് വളരെ തീവ്രമാണെങ്കിൽ, വളരെ ഫാസ്റ്റാണെങ്കിൽ ഹിസ്റ്ററി ഹാളിൽ എത്തിച്ചേരണം. സമാനമാകാനുള്ള ദൃഢസങ്കല്പം ഉൽപ്പന്നമാകുന്നുവെങ്കിൽ ബാബ്ദാദയുടെ മുറിയിൽ എത്തിച്ചേരണം. നല്ലതാണ്. എല്ലാവരും ഗോൾഡൻ ചാൻസ് എടുത്തിരിക്കുകയാണ്. എന്നാൽ അവിടെ കഴിയുമ്പോഴും സദാ ഗോൾഡൻ ചാൻസ് എടുത്തുകൊണ്ടിരിക്കണം. ശരി, നല്ല ധൈര്യശാലികളാണ്. കാഡ് ഗ്രൂപ്പ് ദിൽവാലെ ഇരിക്കുകയാണ്. വളരെ നല്ല കോൺഫറൻസ് എല്ലാവരും ചേർന്ന് നടത്തി. നന്നായി ചെയ്തു. പരസ്പരം മീറ്റിങ്ങും നടത്തി. ഈ കാര്യം നടക്കണമെന്ന് പ്രസിഡന്റിനും ഇച്ഛയുണ്ട്. അപ്പോൾ ഏതുപോലെ അദ്ദേഹത്തിനും ഇച്ഛയുണ്ട്. അദ്ദേഹത്തെയും കൂടെ കൂട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. അതിനോടൊപ്പം ബ്രാഹ്മണരുടെ മീറ്റിങ്ങിലും തങ്ങളുടെ പ്രോഗ്രാമിൻ്റെ സമാചാരം കേൾപ്പിച്ച് അഭിപ്രായം എടുക്കണം. സർവ ബ്രാഹ്മണരുടെയും അഭിപ്രായത്തിലൂടെ കൂടുതൽ ശക്തി നിറയുന്നു. ബാക്കി കാര്യം നല്ലതാണ്, ചെയ്തുകൊണ്ടിരിക്കൂ, വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കൂ. ഭാരതത്തിൻ്റെ വിശേഷത പ്രകടമാക്കിക്കൊണ്ടിരിക്കൂ. നന്നായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രാമും നന്നായി ചെയ്തു. ദിൽവാല തൻ്റെ വിശാല ഹൃദയം കാണിച്ചു. അതിൻ്റെ ആശംസകൾ. ശരി. ഡബിൾ വിദേശി സഹോദരി സഹോദരന്മാരോട്, നല്ലതാണ്. ഓരോ ടേണിലും ഡബിൾ വിദേശികളുടെ വരവ് ഈ സംഘടനയുടെ മാറ്റുകൂട്ടുന്നു. ഡബിൾ വിദേശികളെ കാണുമ്പോൾ എല്ലാവർക്കും ഉന്മേഷവും വരുന്നു. എല്ലാ ഡബിൾ വിദേശികളും ഡബിൾ ഉന്മേഷത്തിലൂടെ, ഉത്സാഹത്തിലൂടെ മുന്നോട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുകയല്ല, പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണോ? പറക്കുന്നവരാണോ അതോ നടക്കുന്നവരാണോ? ആരാണോ സദാ പറന്നുകൊണ്ടിരിക്കുന്നത്? നടക്കുന്നവരല്ല. അവർ കൈ ഉയർത്തു. ശരി. പൊതുവെ നോക്കിയാലും വിമാനത്തിൽ പറന്നു തന്നെയാണല്ലോ വരേണ്ടി വരുന്നത്. അപ്പോൾ താങ്കൾക്ക് പറക്കുന്നതിൻ്റെ അഭ്യാസമുണ്ട്. അത് ശരീരം കൊണ്ട് പറക്കുന്നതിൻ്റേതാണ്. ഇത് മനസ്സുകൊണ്ട് പറക്കുന്നതിൻ്റേതാണ്. നല്ല ധൈര്യവും വച്ചിരിക്കുകയാണ്. നോക്കൂ, ബാബ്ദാദ ഓരോ കോണിൽ നിന്നുമാണല്ലോ തൻ്റെ കുട്ടികളെ കണ്ടെത്തിയത്. വളരെ നല്ലതാണ്. പറയുന്നത് ഡബിൾ വിദേശി എന്നാണ്. പൊതുവെ ഒറിജിനൽ ഭാരതത്തിൻ്റേതാണ്. രാജ്യം ഭരിക്കേണ്ടതും എവിടെയാണ്? ഭാരതത്തിലാണല്ലോ ഭരിക്കേണ്ടത്. എന്നാൽ സേവനാർത്ഥം 5 ഖണ്ഡങ്ങളിലും എത്തിച്ചേർന്നിരിക്കുകയാണ്. 5 ഖണ്ഡങ്ങളിലും ഭിന്ന ഭിന്ന സ്ഥാനങ്ങളിൽ സേവനവും നല്ല ഉന്മേഷത്തോടെ, ഉത്സാഹത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിഘ്ന വിനാശകൻ ആണല്ലോ. ഏതൊരു വിഘ്നം വന്നാലും ഭയപ്പെടുന്നവരല്ലല്ലോ. ഇതെന്തുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? ഇതെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? പാടില്ല. എന്ത് സംഭവിക്കുന്നുവോ അതിൽ നമ്മുടെ ധൈര്യം ഇനിയും വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഉപാധിയുണ്ട്. ഭയപ്പെടുത്തുന്നതിൻ്റേതല്ല. ഉന്മേഷവും ഉത്സാഹവും വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഉപാധിയാണ്. ഈ വിധം ഉറച്ചവരാണല്ലോ. ഉറച്ചവരാണോ അതോ അല്പാൽപം അപക്വമാണോ? അല്ല,
അപക്വം എന്ന വാക്ക് നല്ലതായി തോന്നുന്നില്ല. ഉറച്ചവരാണ്, ഉറച്ചവരായിരിക്കും, ഉറച്ചവരായി കൂടെ പോകും. ശരി. ദാദി ജാനകി ഓസ്ട്രേലിയ ചുറ്റി സഞ്ചരിച്ച ശേഷം വന്നിരിക്കുകയാണ്. ദാദി വളരെയധികം ഓർമ്മകൾ നൽകിയിരിക്കുകയാണ്. ബാബ്ദാദയുടെ അടുക്കൽ ഇമെയിലിലും സന്ദേശം വന്നു. ബാബ്ദാദ കാണുന്നുണ്ട്. ഈയിടെ വലിയ പ്രോഗ്രാം പോലും ഇതിനകം നടന്നു കഴിഞ്ഞതുപോലെ ആയിരിക്കുകയാണ്. എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. സേവനത്തിൻ്റെ ഉപാധികളെ കാര്യത്തിൽ ഉപയോഗിക്കുന്നതിൻ്റെ നല്ല അഭ്യാസം ഉണ്ടായിക്കഴിഞ്ഞു. ബാബ്ദാദയ്ക്ക് ഓസ്ട്രേലിയ നമ്പർ 1 കാണപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ UK അല്പം മുന്നോട്ടുള്ള നമ്പറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയ ആദ്യം നമ്പർ 1 നേടി. ഇപ്പോൾ വീണ്ടും ഓസ്ട്രേലിയയ്ക്ക് നമ്പർ 1 ആവുക തന്നെ വേണം. UK 2ാം നമ്പർ ആവുകയില്ല. അവരും നമ്പർ 1 തന്നെയായിരിക്കും. ഓസ്ട്രേലിയയിലെ പഴയ കുട്ടികളെ ബാബ്ദാദയ്ക്ക് ഓർമ്മയുണ്ട്. ബാബ്ദാദയുടെ പ്രിയപ്പെട്ട നിർമ്മൽ ആശ്രം. നിങ്ങൾ നിർമ്മല ദീദി എന്ന് പറയുന്നു, ദീദി എന്ന് പറയുന്നുവല്ലോ. എന്നാൽ ബാബ്ദാദ തുടക്കം മുതൽ ആ ഒന്നിന് നൽകിയ ടൈറ്റിലാണ് നിർമ്മൽ ആശ്രം. ആ ആശ്രമത്തിൽ അനേകം ആത്മാക്കൾ ആശ്രയം എടുത്തു ബാബയുടേതായി ആയിക്കൊണ്ടും ഇരിക്കും. അപ്പോൾ ഓരോരോ ഓസ്ട്രേലിയൻ നിവാസികളായ കുട്ടികൾക്കും വിശേഷ ഓർമ്മകൾ. ഇവർ മുന്നിലിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ ഉള്ളവരാണല്ലോ. ഓസ്ട്രേലിയയിലുള്ളവർ എഴുന്നേൽക്കൂ. വളരെ നല്ലതാണ്. ഇവർക്ക് എത്ര നല്ല ഉന്മേഷം വന്നുകൊണ്ടിരിക്കുന്നു. വിശ്വസേവനത്തിനു വേണ്ടി നന്നായി തയ്യാറെടുപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദയുടെ സഹായമുണ്ട്, സഫലതയും തീർച്ചയായും ഉണ്ട്. ശരി. ഇപ്പോൾ എന്ത് ദൃഢസങ്കല്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇപ്പോൾ ഈ സങ്കല്പത്തിലിരിക്കൂ. സഫലത നമ്മുടെ ജന്മസിദ്ധ അധികാരമാണ്. വിജയം നമ്മുടെ കഴുത്തിലെ മാലയാണ്. ഈ നിശ്ചയത്തിലും ആത്മീയ ലഹരിയിലും അനുഭവി സ്വരൂപമായിരിക്കൂ. ശരി. 4 ഭാഗത്തുമുള്ള ചിന്തകളിൽ നിന്നും മുക്തമായ നിശ്ചിന്ത ചക്രവർത്തികൾക്ക്, സദാ ദുഃഖമില്ലാത്ത പുരിയിലെ ചക്രവർത്തിയുടെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന കുട്ടികൾക്ക്, സർവ ഖജനാവുകളാൽ സമ്പന്നവും റിച്ചസ്റ്റ് ഇൻ ദ വേൾഡുമായ സർവ കുട്ടികൾക്ക്, സദാ ഉന്മേഷത്തിൻ്റെ ഉത്സാഹത്തിൻ്റെ ചിറകുകളിലൂടെ പറക്കുന്ന കലയുള്ള കുട്ടികൾക്ക്, സദാ സമാപ്തിയെ സമീപം കൊണ്ടുവരുന്ന ബാബ്ദാദയ്ക്ക് സമാനമായ കുട്ടികൾക്ക്, ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ, ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദങ്ങൾ, വരദാതാവിൻ്റെ വരദാനവും നമസ്തേയും. വരദാനം: സ്വയം തൻ്റെ സർവ ദൗർബല്യങ്ങളെയും ദാനത്തിൻ്റെ വിധിയിലൂടെ സമാപ്തമാക്കുന്ന ദാതാവും വിധാതാവുമായി ഭവിക്കട്ടെ. ഭക്തിയിൽ ഈ ഒരു നിയമമുണ്ട്. ഏതെങ്കിലും വസ്തുവിൻ്റെ കുറവുണ്ടാവുകയാണെങ്കിൽ ദാനം ചെയ്യൂ എന്ന് പറയുന്നു. ദാനം ചെയ്യുന്നതിലൂടെ നൽകുന്നത് നേടുന്നതായി മാറുന്നു. അപ്പോൾ ഏതെങ്കിലും ദൗർബല്യത്തെ സമാപ്തമാക്കുന്നതിനായി ദാതാവും വിധാതാവുമാകൂ. അഥവാ താങ്കൾ മറ്റുള്ളവർക്ക് ബാബയുടെ ഖജനാവുകൾ നൽകുന്നതിൻ്റെ നിമിത്ത ആശ്രയം ആവുകയാണെങ്കിൽ ദൗർബല്യങ്ങൾ സ്വതവേ അകന്നുമാറും. തൻ്റെ ദാതാവിൻ്റെയും വിധാതാവിൻ്റെയും ശക്തിശാലി സംസ്കാരം എമർജ് ചെയ്യൂ. അപ്പോൾ ദുർബല സംസ്കാരങ്ങൾ സ്വതവേ സമാപ്തമാകും. സ്ലോഗൻ: തൻ്റെ ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ ഗുണങ്ങൾ പാടിക്കൊണ്ടിരിക്കൂ, ദൗർബല്യങ്ങളുടേതല്ല. അവ്യക്ത സൂചന: സഹജയോഗി ആകണമെങ്കിൽ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയാകൂ. ആരോട് സ്നേഹമുണ്ടോ അവർക്ക് എന്താണോ നല്ലതായി തോന്നുന്നത് അതുതന്നെയാണ് ചെയ്യുന്നത്. ബാബയ്ക്ക് കുട്ടികൾ അപ്സെറ്റ് ആകുന്നത് നല്ലതായി തോന്നുന്നില്ല. അതിനാൽ ഒരിക്കലും ഇങ്ങനെ പറയരുത്, എന്തു ചെയ്യട്ടെ,
കാര്യം തന്നെ ഇങ്ങനെയായിരുന്നു, അതിനാൽ അപ്സെറ്റായി എന്ന്. അഥവാ അപ്സെറ്റിൻ്റെ കാര്യം വന്നാൽ പോലും താങ്കൾ അപ്സെറ്റ് സ്ഥിതിയിൽ വരാതിരിക്കൂ. ഹൃദയം കൊണ്ട് ബാബ എന്ന് പറയൂ. ആ സ്നേഹത്തിൽ ലയിച്ചു ചേരൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രത്തിലൂടെ ആത്മസ്വരൂപത്തെ ദർശിക്കൂ. മസ്തക സിംഹാസനത്തിൽ നക്ഷത്രം പോലെ തിളങ്ങുന്ന ആത്മജ്യോതിയെ സ്പഷ്ടമായി കാണും. ഞാൻ മസ്തക സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വരാജ്യ അധികാരിയാണ്. മനോബുദ്ധികളുടെ അധികാരിയാണ്. കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരിയാണ്. സർവശക്തികളുടെയും അധികാരിയാണ്. സ്വയം ശക്തിശാലി ആത്മാവായി വിഭാവന ചെയ്യും. എന്നിൽ നിന്നും 4 ഭാഗത്തും ശക്തിശാലി കിരണങ്ങൾ വ്യാപിക്കുകയാണ്. ഈ ശക്തിശാലി കിരണങ്ങൾ ശക്തിയുടെ ഒരു പ്രഭാമണ്ഡലം എനിക്ക് ചുറ്റും നിർമ്മിക്കുന്നു. ആ പ്രഭാമണ്ഡലത്തിനുള്ളിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. മനസ്സും ബുദ്ധിയും കൊണ്ട് സ്വയം തന്നെ ദേഹത്തിൽ നിന്നും ഉപരിയാക്കി സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങൾക്കും ഉപരിയാക്കി സൂക്ഷ്മലോകത്തിലും ഉപരിയാക്കി പരമധാമത്തിൽ സ്ഥിതി ചെയ്യിക്കൂ. സർവത്ര സ്വർണ്ണ ചുവപ്പ് പ്രകാശം നിറഞ്ഞ ഈ ശാന്തിധാമം എൻ്റെ ഗ്രഹമാണ്. ഇവിടെ ഡീപ് സൈലൻസ് ആണ്. ഈ അതിശാന്തിയുടെ ഗ്രഹത്തിൽ ഞാൻ സമ്പൂർണ്ണ സ്വസ്ഥ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. സമ്പൂർണ്ണ മുക്ത അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ പരമധാമത്തിൽ ബുദ്ധിയാകുന്ന നേത്രം കൊണ്ട് സർവശക്തിവാനായ സൃഷ്ടിയുടെ ബീജരൂപനായ ശിവ് ബാബയുടെ സ്വരൂപത്തെ സ്പഷ്ടമായി കാണൂ. ശിവ് ബാബയുടെ അനന്ത ശക്തികളുടെ കിരണങ്ങൾ ആത്മാവിൽ പതിക്കുന്നതായി വിഭാവന ചെയ്യും. പരമധാമത്തിലെ ഈ മഹാജ്യോതിയിൽ നിന്നും സർവശക്തികളും ഞാൻ ഉൾക്കൊള്ളുകയാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനായി മാറുന്നു. എന്നിൽ നിന്നും ശക്തിയുടെ പ്രകാശകിരണങ്ങൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സർവശ്രേഷ്ഠ
ശക്തിശാലി സ്ഥിതി പ്രാപ്തമാക്കി ഞാൻ മസ്തക സിംഹാസനത്തിലേക്ക് മടങ്ങി വരുന്നു.